ശാപമോക്ഷം. റോഡ് താൽക്കാലികമായി യാത്രായോഗ്യമാക്കാനുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഷൊർണൂർ കുളപ്പുള്ളി പാതയ്ക്ക് താൽക്കാലിക ശാപമോക്ഷം. പൊട്ടിപ്പൊളിഞ്ഞ യാത്രാ ദുരിതം സൃഷ്ടിച്ചിരുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. നിലവിൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള മാരകമായ കുഴികളാണ് താൽക്കാലികമായി അടയ്ക്കുന്നത്. കഴിഞ്ഞ കനത്ത മഴയിൽ റോഡ് തോടായി മാറി ഗതാഗതം ഏറെ ബുദ്ധിമുട്ടിലായ സാഹചര്യം നിലനിന്നിരുന്നു. ഇതോടെയാണ് ഷൊർണൂർ MLA P മമ്മിക്കുട്ടി അതിവേഗം ഇടപെടലുകൾ നടത്തി 25 ലക്ഷം രൂപ വകയിരുത്തിയത്. മഴ കുറഞ്ഞാൽ ഉടനടി റോഡിന്റെ അറ്റകുറ്റപ്പണി തുടരുമെന്നും അന്ന് ഷൊർണൂർ MLA ജനങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു. നിലവിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച വാഹനങ്ങൾക്ക് യാത്രാദുരിതം ഒഴിവാക്കിക്കൊണ്ടുള്ള അറ്റകുറ്റപ്പണിയാണ് നടക്കുന്നത്. ഓണത്തിന് മുൻപ് തന്നെ റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാവും. പൂർണ്ണമായും റോഡ് നവീകരിക്കാൻ പുതിയ കരാറുകാരൻ കരാർ ഏറ്റെടുത്തതിന് ശേഷമേ സാധിക്കൂ എന്നും നിലവിലെ അറ്റകുറ്റപ്പണി അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. കുളപ്പള്ളി ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പാതയുടെ റോഡ് അതീവമായ ഗുരുതരാവസ്ഥയിലായിരുന്നു. പിന്നീട് നമ്മുടെ ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA ഇടപെട്ടുകൊണ്ടാണ് അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായിട്ട് 25 ലക്ഷം രൂപ വകയിരുത്തി. അതിൻ്റെ ടെൻഡർ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു. കരാറുകാരനെ എടുത്തു. ഇപ്പോൾ ഇന്നലെ മുതൽ പണി ആരംഭിച്ചു. അത്യാവശ്യം വല്ലാതെ കേടുവന്ന ഭാഗങ്ങൾ ശരിയാക്കി എടുക്കുക എന്നത് മാത്രമാണ് ഈ 25 ലക്ഷം കൊണ്ട് നമുക്ക് സാധിക്കും. താൽക്കാലികമായിട്ട് നമുക്ക് വാഹനം പോകാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള താൽക്കാലിക സൗകര്യങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരിക. എന്നാൽ കൂടുതൽ സൗകര്യപ്രദമാകുന്നത് പുതിയ ടെൻഡറെല്ലാം വെച്ച് റോഡിൻ്റെ എസ്റ്റിമേറ്റെല്ലാം തയ്യാറാക്കി പുതിയ ടെൻഡർ വെച്ച് പുതിയ കരാറുകാരൻ എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ റോഡ് ഒരു നല്ല റോഡാക്കി മാറ്റാൻ സാധിക്കുക. എന്തായാലും നമുക്ക് ഈ ഓണത്തിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട MLA P മമ്മിക്കുട്ടി മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുകയും അത് നമുക്ക് ഓണത്തിന് മുമ്പ് തന്നെ പൂർത്തിയാക്കാനും സാധിക്കും. ഇന്നലെ MLAയുടെ കൂടെ ഞാനും സ്ഥലം സന്ദർശിച്ചിരുന്നു. വളരെ വേഗത്തിൽ തന്നെയാണ് കരാറുകാരൻ ആ പ്രവൃത്തി നടത്തുന്നത്.